ഹലോ. അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മാറ്റർ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മാറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എനിത്തിങ് വിച്ച് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. മാറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്തു. പ്യുവർ സബ്സ്റ്റൻസസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. മിക്സ്ചേഴ്സ് എന്താണ്, അതാണ് ഒരേ ടൈപ്പ് പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത് വെച്ചു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ ചേർന്നിട്ട് മിക്സ്ചർ ഉണ്ടാവുന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക് കൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് മാറ്റർ നമ്മൾ പഠിക്കുന്നു. മാറ്ററിന്റെ പ്രോപ്പർട്ടി പഠിച്ചു, മാറ്ററിന്റെ ഡിവിഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. ഈ മാറ്ററിന്റെ ഒക്കെ ഉള്ളിൽ എന്താണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഈ ഒരു സാധനം കാണാൻ പറ്റുമോ? അതായത് നമുക്ക് എന്തും ഏറ്റവും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി എന്താണെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ ചെറുപ്പത്തിൽ നിങ്ങൾ ചെയ്തിട്ടൊന്നും അറിയില്ല. ഇപ്പൊ എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പുള്ളിക്കാരനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ പുതിയ പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം വലിയൊരു കളിപ്പാട്ടം വാങ്ങിച്ചു, ഇവൻ ഇതൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഓരോന്നായി ഇളക്കി മാറ്റി പൊട്ടിച്ച് മാറ്റി കളഞ്ഞതിന് ശേഷം അതിലുള്ള ഏറ്റവും ചെറിയ, അതായത് ഇത് വർക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ സാധനം എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പുള്ളിക്കാരന് സമാധാനം ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥം, ഒരു പ്യുവർ സബ്സ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ അതിനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അവസാനം ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു ബേസിക്സ്, അതായത് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു വീട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? കല്ല് വെച്ചിട്ടോ ഇഷ്ടിക വെച്ചിട്ടോ ഓരോന്നായി ഇങ്ങനെ അട്ടി അട്ടി വെച്ചിട്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാലോ. ഓക്കെ. അപ്പൊ അതുപോലെ ഞാൻ ഉദാഹരണത്തിന് ഒരു മിഠായി എടുക്കും. ഒരു മിഠായി. അപ്പൊ ആ ഒരു മിഠായി ഏറ്റവും ബേസിക് ആയിട്ട് ആ മിഠായി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും, പറ്റാണ്ടൊന്നുമില്ല, പക്ഷെ കുറച്ച് കഷ്ടപ്പെടണം. പക്ഷെ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ എന്നാണ്. ഉദാഹരണത്തിന് നിങ്ങൾ മിഠായി എടുക്കുക, അതിനെ രണ്ട് കഷ്ണമാക്കുക. ഓക്കെ, ആക്കി. ഈ രണ്ട് കഷ്ണം ആക്കിയതിൽ ഓരോന്നിനും പിന്നെയും പകുതിയാക്കുക, പിന്നെയും പകുതിയാക്കുക. അങ്ങനെ കഷ്ണം മുറിച്ച് 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 പൊടി പൊടി പൊടിയാക്കി ലാസ്റ്റ് നിങ്ങൾക്ക് എന്താണ്? വെറും പൊടികളുണ്ടാവും. പിന്നെ അതിന് നിങ്ങൾക്ക് കഷ്ണം രണ്ടായി മുറിക്കാൻ പോലും പറ്റാത്തത്ര ചെറുതായിരിക്കും അല്ലേ? അതെന്താണ്? നമുക്കിപ്പം എന്തിനെങ്കിലും മുറിക്കണമെങ്കിൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ സൈസ്, അതായത് ആ മൂർച്ച നമ്മൾ പറയുന്നില്ല, അതെന്തായിരിക്കണം? നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തെക്കാളും ചെറുതായിരിക്കണം അതിന്റെ മൂർച്ച അല്ലേ? എന്നാലേ നമുക്ക് മുറിക്കാൻ പറ്റൂ. പക്ഷെ ഈ ഒരു സാധനം പോയിട്ടുണ്ടോ? പോകാൻ ഒരു സാധ്യതയില്ല. ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. പഞ്ചസാര, അതായത് ഷുഗർ എടുക്കുന്നു. ഓക്കെ, ഷുഗർ നമ്മൾ എടുക്കുന്നു. ഷുഗർ നിങ്ങൾക്ക് പഞ്ചസാരക്ക് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഷുഗർ നിങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് വെള്ളത്തിലിടുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇടും, നന്നായി അലിയിപ്പിക്കുന്നു. പഞ്ചസാരയുടെ ടേസ്റ്റ് പോകുന്നുണ്ടോ? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ടേസ്റ്റ് പോകുന്നില്ല. പക്ഷെ നന്നായി അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഗ്ലാസ്സിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കാണാൻ പറ്റുമോ? ഏ, ഒരിക്കലും കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? അത് കംപ്ലീറ്റ് അലിഞ്ഞു പോയി. പക്ഷെ അതിനർത്ഥം പഞ്ചസാര അവിടെ ഇല്ല എന്നാണോ? ഉണ്ട്, പഞ്ചസാര അവിടെ ഉണ്ട്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള ഏത് സബ്സ്റ്റൻസിനെയും നമ്മളിങ്ങനെ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കണിക ഉണ്ടാവും. അതായത് ഇതിന്റെ എല്ലാ ഗുണങ്ങളും എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ കണം ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയും? ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ബേസിക് കൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ള ആറ്റംസ് എന്താണ്, മോളിക്യൂൾസ് എന്താണ്, അതുപോലെ പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ എലമെന്റ്സ് എന്താണെന്ന് കൂടി നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. എലമെന്റ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് പഠിക്കും. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ അതിനൊക്കെ മുന്നേ നിങ്ങൾ ഈ ചിത്രം നോക്കി, ഒരു സൈഡിൽ ഞാനൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, മറ്റൊരു സൈഡിൽ ചുമ്മാ ഒരു വെള്ളം തിളപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ചന്ദനത്തിരി നമ്മളിങ്ങനെ ചുമ്മാ കത്തിക്കുക. ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചന്ദനത്തിരി കത്തി കത്തി അങ്ങ് പോകും. അവസാനം കഴിഞ്ഞ് ചന്ദനത്തിരി കത്തിക്കഴിഞ്ഞാലും ഇതിങ്ങനെ പുകയായിട്ട് പോകുന്നു നിങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ റൂമിൽ മൊത്തം നിങ്ങൾക്ക് എന്തുണ്ട്? ചന്ദനത്തിരിയുടെ ആ ഒരു സ്മെല്ലും കിട്ടുന്നുണ്ട്. പക്ഷെ സ്മെല്ല് കിട്ടിയിട്ട് ചന്ദനത്തിരി കത്തുന്ന നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് ചന്ദനത്തിരിയുടെ ഈ സ്മെല്ല് കിട്ടുന്ന ആ ഒരു പാർട്ടിക്കിളില്ലേ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പുക പോലെ കാണുന്നുണ്ടോ? പുകയിലിടയിൽ എവിടെയെങ്കിലും ഈ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും, പക്ഷെ അത് എവിടെയാണ്? സോ എല്ലാറ്റിനും ഈ ഒരു ബേസിക് ആയിട്ടുള്ള കൺസ്റ്റന്റ്. ഈ വെള്ളത്തിന്റെ കാര്യം നിങ്ങൾ എടുക്കും. വെള്ളം നിങ്ങൾ തിളപ്പിക്കുന്നവരെ നിങ്ങൾ വെള്ളം അവിടെ കാണുന്നുണ്ട് അല്ലേ? തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആവിയായിട്ട് പോകുന്നതാണ് അല്ലേ? ആവിയായിട്ട് പോകുന്നുണ്ട്. ഈ ആവിയായിട്ട് പോകുന്ന ഈ നീരാവിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എവിടെയാ പോകുന്നത്? നമുക്കത് കാണാൻ പറ്റുന്നില്ല. അതൊന്നും അവിടെ ഇല്ലേ? ഇല്ലെങ്കിൽ അത് എവിടെ പോയി? ഓക്കെ, ഇതുപോലെ ഒരുപാട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോ പണ്ടൊക്കെ വിശ്വസിച്ചത് എന്താണെന്നറിയോ? നമ്മളെ ചുറ്റുമുള്ള സാധനങ്ങൾ കാണുന്നത് എന്താണോ അത് തന്നെയാണെന്ന് ചോദിച്ചു. ഇതിലും ചെറുതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ സയന്റിസ്റ്റുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകളൊക്കെ ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞു, ഓക്കെ, ഇതിലും ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് പേരും ചില ആൾക്കാർ കൂടെ അങ്ങനെയാണ് ഈ ആറ്റം, അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞ വാക്ക് നോക്കിയാണ് ആറ്റം എന്നൊക്കെ പേരും. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്യുവർ അല്ല, അതിലും ചെറുതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് സാധനം ഇപ്പൊ കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് അതവിടെ ഇല്ല എന്നല്ല അർത്ഥം. ഓക്കെ, നമ്മളിപ്പം ആവിയായി പോകുന്ന സാധനം, അല്ലെ ചന്ദനത്തിരിയുടെ പുക, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞ മുട്ടായിയുടെ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ പഞ്ചസാര അലിയിപ്പിച്ച വെള്ളം, ഇതിലെവിടെയൊക്കെയോ ഈ കാണാതെ ഈ പഞ്ചസാരയുടെ പൊടികളോ ചന്ദനത്തിരിയുടെ പുകയിലുണ്ടാകുന്ന ആ മണമുണ്ടാക്കുന്ന ആ ഒരു സാധനങ്ങളോ, അല്ലെങ്കിൽ ഈ ആവിയായി പോകുന്ന വെള്ളത്തിന്റെ മോളിക്യൂൾസുകളോ, അല്ലെങ്കിൽ കുഞ്ഞു 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 പാർട്ടിക്കിൾസോ അവിടെ എവിടെയാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് എങ്ങനെയാണ് എല്ലാ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് കാണുന്നത്? ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എന്താണുള്ളത്? നിങ്ങളിപ്പോൾ ഈ ഒരു ക്ലാസ് കാണുവാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ എന്താണുള്ളത്? അതൊരു ഫോണിന്റെ സ്ക്രീൻ ആവാം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് PC ആവാം. അതൊരു ടേബിളിലാണ് നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ടേബിൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കാണുന്നത്? എവിടെ നിന്നെങ്കിലുമുള്ള ലൈറ്റ് ആ ടേബിളിൽ തട്ടി. ഓക്കെ, ലൈറ്റ് എവിടെ തട്ടി? ലൈറ്റ് ആ ഒരു ടേബിളിൽ തട്ടിയിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്നത് കൊണ്ടാണ്. ഇവിടെ തട്ടിയിട്ട് എങ്ങോട്ട് വരുന്നു? നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങളത് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കണ്ണിലേക്ക് അത് എത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്ത് കാണുന്നത്? നമ്മളൊരു ടേബിളിനെ കാണുന്നത്. അത് മാത്രം നമ്മുടെ ചുറ്റുമുള്ള ഏത് കാര്യമായാലും നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ആ ലൈറ്റ് ആ പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മൾ കാണുന്നു. ഇനി ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ മാത്രമുള്ള ആ ഒരു സൈസ് നമുക്ക് വേണം. ഓക്കെ, നമുക്ക് എന്തിനെ കാണണമെങ്കിലും അതായത് ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൽ തട്ടുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിന് പെർട്ടിക്കുലർ ആയിട്ട് ഒരു തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ഉണ്ട്. ആ ലൈറ്റ് തട്ടുന്ന ആ ഒരു പാർട്ടിക്കിളിനേക്കാളും ലൈറ്റിന് വേവ് ലെങ്ത് കുറവാണെങ്കിൽ നമുക്ക് ആ സബ്സ്റ്റൻസിനെ കാണാൻ പറ്റും. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ കത്തി കൊണ്ട് ഒരു സാധനം മുറിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പച്ചക്കറി നിങ്ങൾ മുറിക്കുന്നു. ഓക്കെ, ഒരു പച്ചക്കറി മുറിക്കുന്നു. അപ്പോൾ ഈ പച്ചക്കറി മുറിക്കുമ്പം എന്താ സംഭവിക്കുക? പച്ചക്കറിയോ ഒരു ക്യൂബോ നിങ്ങൾ മുറിക്കുക. അപ്പം മുറിക്കുമ്പോൾ എന്താണ്? കത്തി മുറിക്കുമ്പോൾ കത്തിയുടെ മൂർച്ച ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ മുറിക്കാൻ പോകുന്ന സാധനത്തെക്കാളും വളരെ ചെറുതായിരിക്കും കത്തിയുടെ മൂർച്ച. ഇനി കുറച്ചുകൂടി ചെറിയ സാധനം, അതായത് നിങ്ങളൊരു പേപ്പറില്ലേ, പേപ്പർ നിങ്ങൾക്ക് നെടുങ്ങനെ, അതായത് നടുവിലൂടെ പേപ്പർ മുറിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പേപ്പറിന്റെ ആ ഒരു തിക്നെസ് നിങ്ങളുണ്ട്, വളരെ നേരിയ തിക്നെസ്സാണ്. ആ തിക്നെസ് നിങ്ങൾ കത്തി കൊണ്ട് മുറിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ആ പേപ്പറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് കത്തിയുടെ തിക്നെസ്സിനേക്കാളും വളരെ കുറവാണ്. അപ്പൊ പേപ്പർ മുറിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ തിക്നെസ്സിനേക്കാളും കുറവ് മൂർച്ചയുള്ള ഒരു കത്തി വേണം. ഓക്കെ, അതേ ഒരു ഐഡിയ ആണ് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ കാണാൻ ലൈറ്റിന്റെ ഒരു പ്രിൻസിപ്പിൾ. എന്താണ്? ലൈറ്റ് വെച്ച് നമുക്ക് എന്ത് കാണണമെങ്കിലും നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സാധനമുണ്ടല്ലോ, അതിലും ചെറിയ വേവ് ലെങ്ത്, അതായത് സൈസ്. ലൈറ്റിനെ നമ്മൾ എന്താണ്? ഒരു വേവ് ആയിട്ടാണ് പഠിക്കുന്നത്. സോ ആ വേവിന്റെ ആ ഒരു സൈസ് എന്ത് വേണം? നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചെറിയ പാർട്ടിക്കിളിന്റെ സൈസിനേക്കാളും ചെറുത് വേണം, എന്നാലേ നമ്മൾ കാണും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ചുറ്റുമുള്ള സാധനങ്ങൾ, നമ്മുടെ നോർമൽ ലൈറ്റ് ആ ഒരു കാണുന്ന ആ ചെറിയ ചെറിയ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിന്റെ സൈസിനേക്കാളും കുറവാകുമ്പോഴാണ് നമ്മൾ കാണാത്തത്. ഉദാഹരണത്തിന് ചന്ദനത്തിരിയുടെ പുക നമ്മൾ കുറച്ച് സമയം കാണുന്നുണ്ട്. കാരണം എന്താ? ആ പുകയിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് ലൈറ്റിന്റെ ആ ഒരു വേവ് ലെങ്ത്തിനേക്കാളും കുറച്ചുകൂടി കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. നീരാവി കാണുന്നതുകൊണ്ട് അതുകൊണ്ടാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കാണുന്നില്ല. കാരണം എന്താ? നീരാവി എവിടെ ഉണ്ട്, ചുറ്റുമായിട്ട് വാട്ടറിന്റെ പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പൊ കാണാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണ്? വേവ് ലെങ്ത് ആ പാർട്ടിക്കിളിനേക്കാളും കുറവായിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റും നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇപ്പം പ്യുവർ സബ്സ്റ്റൻസസ് എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പ്യുവർ ആയിട്ട് ഒരു, അതായത് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഫോം ചെയ്ത് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഉദാഹരണത്തിന് ഞാൻ ഷുഗർ എടുക്കുക. ഷുഗറിന്റെ ഫോർമുല ഗ്ലൂക്കോസ് എന്നൊക്കെ പറയും അല്ലെ, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് എന്നൊക്കെ പറയും. അതുപോലെ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പൊ C12H22O11 എന്ന് നമ്മൾ സ്റ്റാർച്ച് എന്ന് പറയും. ഗ്ലൂക്കോസ് ആണ് C6H12O6 എന്നൊക്കെയാണ് ഫോർമുല. അപ്പൊ ഷുഗർ എന്നതാണോ ബേസിക്? സയന്റിസ്റ്റുകളെ ഒരു അന്വേഷണം അങ്ങനെയാണ് പോയത്. നിങ്ങൾക്കിപ്പോൾ പ്യുവർ സബ്സ്റ്റൻസസ് നമ്മൾ പറയുന്നതാണ് സെയിം ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് പ്യുവർ സബ്സ്റ്റൻസ് ഫോം ചെയ്തത്. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് ആണോ ഫൈനൽ ആയിട്ടുള്ള ഒരു സാധനം? പ്യുവർ സബ്സ്റ്റൻസിന് നമുക്ക് ഇനി മുറിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഇതിലും ചെറുതായിട്ട് അതിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവുമോ എന്നായി സയന്റിസ്റ്റുകളുടെ അടുത്ത ചോദ്യം. അപ്പൊ എന്ത് ചെയ്ത് ഒരു സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. എന്താണ്? ഷുഗർ, അതായത് പഞ്ചസാര ഉണ്ട്, ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് കത്തിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? പഞ്ചസാര കത്തിച്ച അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാം, ഒരു കരിയാണ്, ഒരു കറുത്ത ബ്ലാക്ക് കളറായിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പഞ്ചസാര എന്ന് പറയുന്ന സാധനത്തിനുള്ളിൽ കാർബൺ ഉണ്ടെന്നും അത് മാത്രമല്ല കത്തിക്കഴിഞ്ഞാൽ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഗ്യാസ് ആയിട്ട് ഹൈഡ്രജൻ ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്.
ഈ കരി മാത്രമല്ല, കാർബൺ മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ട് എന്താണ് വെള്ളത്തിന്റെ തുള്ളികളും ടെസ്റ്റ് ട്യൂബിൽ സയന്റിസ്റ്റ് കണ്ടു. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്? അതിനുള്ളിൽ ഗ്യാസും അതുപോലെ തന്നെ വേറെ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്യുവർ സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി പ്യുവർ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനുള്ളിൽ വേറെയും പല പല മിക്സ്ചേഴ്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് കമ്പൈൻ. അതായത് അതിലുള്ള എല്ലാറ്റിന്റെയും സെയിം ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഉള്ള സാധനമാണ് നമ്മൾ പറയാം. ശരിയാണ്, ഇവിടെയും പ്രോപ്പർട്ടി സെയിം ആണ്, പക്ഷെ അതിനുള്ളിലെ കമ്പോണൻസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പല കമ്പോണൻസ് ഉണ്ടാവും. സോ ഈ ഒരു ചാപ്റ്ററിൽ ഈ മാറ്ററിന്റെ ഉള്ളിലെ ബേസിക് കൺസ്റ്റിറ്റ്യുവന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രഡക്ഷൻ കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഒന്നുകൂടി പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും എന്താണെന്ന് നോക്കാം. സോ പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്. എന്താണ്? സെയിം ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് പ്യുവർ സബ്സ്റ്റൻസ്. മിക്സ്ചേഴ്സ് എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് മിക്സ്ചേഴ്സ് ഉണ്ടാക്കിയത്. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ മനസ്സിലായി പ്യുവർ സബ്സ്റ്റൻസിൽ ചില പ്യുവർ സബ്സ്റ്റൻസ്, അതായത് ഷുഗർ പോലത്തെ ചില പ്യുവർ സബ്സ്റ്റൻസ് നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് കാർബണും വാട്ടറും അതിന്റെ കൂടെ ഒരു ഗ്യാസ്, ആ ഗ്യാസ് എന്താണ്? ഓക്സിജനും കൂടി റിലീസ് ചെയ്യുന്നു എന്ന് കണ്ടു. പക്ഷെ ചില പ്യുവർ സബ്സ്റ്റൻസ്, ഉദാഹരണത്തിന് കാർബൺ, ഈ കാർബൺ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഓക്സിജൻ നമുക്ക് ഓക്സിജൻ ആറ്റം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഹൈഡ്രജൻ നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഗോൾഡായി, അപ്പൊ ഗോൾഡിനെ ഒന്നും നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നീ പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പ്യുവർ സബ്സ്റ്റൻസിൽ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതിൽ പിന്നെയും പാർട്ടിക്കിൾസ് പോസിബിൾ ആണ്. സോ ഇതിനു വേണ്ടി പ്രധാനമായിട്ടും എക്സ്പെരിമെന്റ്സ് നടത്തിയ രണ്ടാൾക്കാരാണ് ഹംഫ്രി ഡേവിയും ഹെൻറി കാവൻഡിഷും. സോ ഹെൻറി കാവൻഡിഷ് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്താണ്? ഓക്സിജൻ കണ്ടുപിടിച്ച ആളെന്നുള്ള രീതിയിൽ പറയപ്പെടുന്ന ആളാണ് ഹെൻറി കാവൻഡിഷ്. ഇത് കൂടാതെ ജോസഫ് പ്രീസ്ലി എന്നൊക്കെ സയന്റിസ്റ്റും, ലാവോസി, അങ്ങനെ ഒരുപാട് ആൾക്കാർ സയന്റിസ്റ്റുകൾ ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ കാവൻഡിഷ് എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഗ്യാസിനെ ഓക്സിജൻ ഗ്യാസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തു, ബേൺ ചെയ്തു. അപ്പൊ എന്താ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു? എന്താണ്? വാട്ടർ മോയ്സ്ചർ ഫോം ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ പുള്ളിക്കാരൻ എന്ത് കണ്ടുപിടിച്ചു? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. അതായത് എന്താണ്? അത്ര കാലം ആൾക്കാർ വിചാരിച്ചത് എന്താണ്? വാട്ടർ എന്ന് പറയുന്ന സാധനം എപ്പോഴും വാട്ടർ തന്നെ, അതിൻ്റെ ഉള്ളിൽ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുള്ള വാട്ടർ പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആൾക്കാർ വിചാരിച്ചത്. പക്ഷേ ഹെൻറി കാവൻഡിഷ് കണ്ടെത്തി. ഹെൻറി കാവൻഡിഷ് മാത്രമല്ല, വേറെ സയന്റിസ്റ്റുകൾ ഉണ്ട്, പക്ഷെ ജനറലി ഞാൻ ഒരാളെ പേര് പറഞ്ഞു. ഹെൻറി കാവൻഡിഷ് കണ്ടെത്തി എന്ത്? നമുക്ക് വാട്ടറിന്റെ ഉള്ളിൽ ഹൈഡ്രജനും കൂടെ ഓക്സിജനും ഉണ്ടെന്ന് കണ്ടു. ഓക്കെ, അതൊരു റവല്യൂഷണറി കണ്ടുപിടുത്തായിരുന്നു. അതുവരെ ആൾക്കാർ വിചാരിച്ചത് എല്ലാറ്റിലും ഓരോ സാധനങ്ങളേ ഉള്ളൂ. ഇതിന് പിന്നാലെ ഹംഫ്രി ഡേവി എന്ത് ചെയ്തു? ഇത് കൺഫേം ചെയ്തു. ഹംഫ്രി ഡേവി ഒരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്തു. ഈ എക്സ്പെരിമെന്റ് എന്താണ്? പുള്ളിക്കാരൻ ഇലക്ട്രോഡുകളൊക്കെ ആഡ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്തിട്ട് വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അപ്പോൾ 2 റോഡൊക്കെ വെച്ച് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തപ്പം എന്ത് കണ്ടെത്തി? ഓരോ റോഡിലും, ഒരു റോഡിൽ ഹൈഡ്രജൻ ഗ്യാസും മറ്റൊരു റോഡിൽ ഓക്സിജൻ ഗ്യാസും റിലീസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇതെന്താ ഇങ്ങനെ എഴുതുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഞാൻ ഹൈഡ്രജൻ, ഓക്സിജൻ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെ റിലീസ് ചെയ്യുന്നൊക്കെ മനസ്സിലായി. അപ്പൊ എന്താ മനസ്സിലായ? നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ വേറെയും ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഈ ആൾക്കാർ നമ്മൾ എന്ത് വിളിക്കും? അങ്ങനെയാണെങ്കിൽ വാട്ടർ എന്ത് ടൈപ്പ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്? അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകും. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ സംഭവങ്ങൾ എന്താണെന്ന് ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു നോക്കണം. ഈ എലമെന്റ്സ് എന്ന് പറയും പ്യുവർ സബ്സ്റ്റൻസിന്, പിന്നെ കമ്പൗണ്ട്സ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്. സോ എലമെന്റ്സ് എന്താണ്? എലമെന്റ്സ് ആർ ദ പ്യുവർ സബ്സ്റ്റൻസസ് which cannot be further decomposed through chemical processes. അതായത് നമ്മൾ പറഞ്ഞു പ്യുവർ സബ്സ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അത്തരം പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്. മലയാളത്തിൽ ഇതിനെ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എലമെന്റ്സ് എന്താണ്? They are the pure substances which cannot be further decomposed through chemical processes. Decompose ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്യാന്നാ പറയുന്നത്. ഓക്കെ, ഒരു റിയാക്ഷൻ നടത്തിയാൽ പിന്നെ അവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലത്തെ പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നത്? എലമെന്റ്സ്. നമ്മളെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹൈഡ്രജൻ, ഗോൾഡ്, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, അങ്ങനെ ഹീലിയം, നിയോൺ, കൊബാൾട്ട്, നിക്കൽ, അയറൺ, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ പോവാം. അതിനാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ ടൈപ്പ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്, കമ്പൗണ്ട്സ്. എന്താണ് കമ്പൗണ്ട്സ്? ദേ ആർ ദ പ്യുവർ സബ്സ്റ്റൻസസ് ഫോംഡ് ഫ്രം 2 or more elements ത്രൂ കെമിക്കൽ കോമ്പിനേഷൻ. അതായത് കമ്പൗണ്ട്സിൽ എന്താണുള്ളത്?
കമ്പൗണ്ട്സിൽ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കമ്പൗണ്ട്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്യുവർ സബ്സ്റ്റൻസ് എലമെന്റ്സും കമ്പൗണ്ട്സും ഉണ്ട്. അപ്പോൾ കമ്പൗണ്ട്സിൽ എന്തുണ്ട്? കമ്പൗണ്ട്സിന്റെ ഉള്ളിൽ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ കമ്പൗണ്ട്സിലും എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലേ? എലമെന്റ് എന്താണ്? കമ്പൗണ്ട് അല്ല. കമ്പൗണ്ട് എലമെന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് കമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ബോക്സൈറ്റ്, ഓക്കെ, ഹീമറ്റൈറ്റ് എന്ന് പറയുന്ന സാധനം, അമാൽഗം, സ്റ്റീൽ, അങ്ങനെ നമ്മുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിന് ഉദാഹരണം? കമ്പൗണ്ട്. സ്റ്റീൽ കമ്പൗണ്ടിന് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റില്ല, അത് വേറൊരു ക്ലാസ് ഓഫ് കമ്പൗണ്ട്, അത് നിങ്ങൾ ഓർമ്മിക്കേണ്ട. അപ്പോൾ വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അമോണിയ, അങ്ങനെ ഒരുപാട് കമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, സോ എലമെന്റ്സ് എന്താണെന്ന് കമ്പൗണ്ട്സ് എന്താണെന്ന് പഠിക്കും. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എലമെന്റ്സിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാം, പെർട്ടിക്കുലർലി എലമെന്റ്സിന്റെ പേരുകൾ. നിങ്ങൾ കേട്ടിട്ട് എലമെന്റ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ. പക്ഷെ ചില എലമെന്റ്സ്, നമ്മൾ ഈ എലമെന്റ്സിനൊക്കെ എങ്ങനെയാണ് പേരിടുന്നത്? നമ്മൾ ഡിസ്കഷൻ കെമിസ്ട്രിയിൽ നിന്ന് കുറച്ച് മാറി നമുക്ക് കുറച്ചൊരു ഇംഗ്ലീഷിലേക്ക് പോവാം. നമ്മൾ ഈ കെമിസ്ട്രിയിൽ നമുക്കറിയാം ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്. ഇംഗ്ലീഷിൽ നമുക്ക് ഓരോ കാര്യത്തിനും ഓരോ വേർഡ് ഉണ്ട്, വേർബ് ഉണ്ട്, നൗൺ ഉണ്ട്, അഡ്ജക്റ്റീവ്സ് ഉണ്ട്, അഡ്വേർബ്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനും അതിനു വേണ്ടി നമ്മുടെ സംസാരത്തിനൊക്കെ വേണ്ടി നമ്മൾ വേർഡ്സ് പഠിക്കുന്നുണ്ട്. സോ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കേണ്ടതാണ് എലമെന്റ്സിന്റെ സിമ്പിൾ അഥവാ വേർഡ്സ് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം തന്നു, ഉപ്പ് തന്നു. ഉപ്പ് എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണെന്ന് വെച്ചാൽ അതിൽ സോഡിയം ഉണ്ട്, ക്ലോറൈൻ ഉണ്ട്. സോ ഈ പേരുകളൊക്കെ എന്താണ്? കെമിസ്ട്രിയുടെ ആൽഫബെറ്റ്സ് എന്ന് വേണം നമുക്ക് പറയാം. കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ട് നിങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ട് ആദ്യം അറിയേണ്ട കാര്യമാണ് ഈ എലമെന്റ്സിന്റെ പേരുകൾ. എല്ലാം ഒന്നും നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾ പിന്നെ പിന്നെ കെമിസ്ട്രി പഠിച്ചു വരുമ്പോൾ ഇതൊക്കെ താനേ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഓടി വരാൻ തുടങ്ങും. ഓക്കെ, എങ്ങനെയാണ് എലമെന്റ്സിന് പേരിടുക? എലമെന്റ്സ് പേരിടാൻ പല വഴികളുണ്ട്. മിക്കവാറും ഈ കണ്ടെത്തിയ ആൾക്കാർ, അതായത് എലമെന്റ് കണ്ടെത്തിയ ആൾക്കാരുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മയ്ക്കോ, ചിലപ്പം ചില രാജ്യത്തിന്റെ പേരുകളൊക്കെ ഇടും. ചിലപ്പം രാജ്യത്തിന്റെ എലമെന്റ്സ് ഒന്നും പേരില്ല, ചിലപ്പം ചില ലാറ്റിൻ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പേരിടും. ചില സമയം വേറെ തരത്തിലുള്ള പേരിടും. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. കുറച്ച് പേരുകളാണ്, അതായത് പൊളോണിയം. ഒരു എലമെന്റിന്റെ പേരാണ് പൊളോണിയം. അപ്പൊ ഇതിന്റെ പേരെങ്ങനെയാ വന്നത്? പോളണ്ട് എന്നൊരു കൺട്രിയുടെ പേരിൽ നിന്ന് പൊളോണിയം വന്നത്. വേറെ എലമെന്റ് ആണ് ക്യൂറിയം. ഇവിടെ പേര് വന്ന ആരിൽ നിന്നാണ്? മേരി ക്യൂറി എന്ന കെമിസ്റ്റിൽ എന്ന പേരിൽ നിന്നാണ് ക്യൂറിയം വന്നത്. മേരി ക്യൂറി ആരാണ്? റേഡിയോ ആക്ടിവിറ്റി എന്നൊരു ഫിനോമിന കണ്ടെത്താൻ റേഡിയം എന്നുള്ള എലമെന്റ് കണ്ടുപിടിച്ച്, അതായത് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. അതായത് ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതെന്താ സാധനം? നമ്മളെ റേഡിയോ ആയിട്ട് അല്ല, റേഡിയോ ആയിട്ടല്ല. നമ്മൾ ഈ ന്യൂക്ലിയർ പ്ലാന്റ്സ്, ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അവിടെയൊക്കെ ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോസിൽസ് ഒക്കെ ഇല്ല, അതിന്റെ ഏജ് ഒക്കെ കണ്ടുപിടിക്കാൻ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഐഡിയ യൂസ് ചെയ്യുന്നത്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത റേഡിയോ ആക്ടിവിറ്റി എന്നാണ്. അത് കണ്ടെത്തിയ ആളാണ് മേരി ക്യൂറി. അപ്പൊ പുള്ളിക്കാരിയുടെ പേരിൽ നിന്നാണ് ക്യൂറിയം എന്നൊരു എലമെന്റ് പേര് വന്നത്. പുള്ളിക്കാരി ഒരു സയന്റിസ്റ്റ് ആണ്. പിന്നെ ക്രോമിയം. ക്രോമിയം എന്ന് പറഞ്ഞാൽ ക്രോം എന്നൊരു വേർഡിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം എന്താ? കളർ എന്ന പേരിൽ നിന്നാണ് ക്രോമിയം വന്നത്. ഈ ക്രോമിയം എവിടെയാ കാണുന്നതെന്നറിയോ? നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മിക്കാം, നമ്മൾ ഈ സ്റ്റീലിന്റെ പാത്രങ്ങൾ, സ്റ്റീലിന്റെ പൈപ്പൊക്കെ ഇല്ലേ, ഈ സ്റ്റീൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്, അതായത് കുറച്ച് മെറ്റൽസ് ഉണ്ട്. ആ മെറ്റൽസിന്റെ കൂട്ടത്തിലുള്ള സാധനം ക്രോമിയം. ഈ തിളക്കം എന്നൊരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഈ ക്രോമിയത്തിന് വേണം കൊടുക്കാം. തിളക്കമുള്ള ഒരുപാട് സാധനത്തിൽ ക്രോമിയം ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കളർ എന്നുള്ളൊരു ഐഡിയ, ക്രോമിക് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ ഗൂഗിൾ ക്രോം എന്നുള്ള കണ്ടില്ലേ, അതിന്റെ ഐക്കൺ, അതായത് ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്താണ്? പല പല കളറുകളാണ് അല്ലേ? അപ്പൊ ക്രോം, ഹെട്രോക്രോം എന്നൊക്കെ പറഞ്ഞിട്ട് വേർഡൊക്കെ ഉണ്ട്, പല കളറുകൾ കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ക്രോം എന്ന് വെച്ചാൽ എന്താണ്? കളറാണ്. അപ്പൊ ക്രോമിയം എന്നൊരു വാക്ക് എലമെന്റിന്റെ പേര് ക്രോമിൽ നിന്നാണ്. പിന്നെ ഇൻഡിയം, പേര് എടുക്കുമ്പോൾ ഇന്ത്യയുടെ പേര് എന്ന് വന്നാൽ നോക്കും അല്ല, ഇൻഡിയം എന്ന് വെച്ചാൽ ഇൻഡിഗോ എന്നുള്ള കളറിൽ നിന്നാണ്. അപ്പൊ ഇത് എന്തിന്റെ ബേസിൽ ഇവർ പേരിടുന്നത്? കളറിന്റെ ബേസിലാണ്. ചിലപ്പോൾ ആ എലമെന്റിന്റെ ഏതെങ്കിലും കണ്ടുപിടിക്കുന്ന വഴിയിലെങ്കിലും ഈ ടൈപ്പ് കളറുള്ള അതിന്റെ എന്തായിരിക്കും കമ്പൗണ്ട്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും അതിന്റെ ഇൻഡിഗോ കളറുള്ള കണ്ടതുകൊണ്ട് അതിന് ഇൻഡിയം എന്നുള്ള പേര് കൊടുത്തു. പിന്നെ ക്ലോറിൻ, അതും ക്ലോറോ എന്നൊരു വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. കളർ എന്ന് പറഞ്ഞാൽ അതിനെയും മീനിങ്. ഓക്കെ, ഇൻഡിഗോ, ക്രോം, ക്ലോറോ, ഇതൊക്കെ കളറിന്റെ ഒരു ബേസിൽ നിന്ന് ക്ലോർ എന്നുള്ള പേരൊക്കെ വന്നു. പിന്നെ നെപ്റ്റ്യൂണിയം എന്നുള്ളൊരു പേരുണ്ട്. എന്താണ്? നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ പ്ലാനറ്റിന്റെ പേരിലാണ്. ഈ നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ പ്ലാനറ്റിന്റെ പേര് തന്നെ എവിടുന്ന വന്നതെന്ന് വെച്ചാൽ ഗ്രീക്ക് അതുപോലെ റോമൻ ഇവിടെയൊക്കെയുള്ള ഈ മിത്തോളജി ഉണ്ട്, അതിലുള്ള ഒരു ഗോഡിന്റെ പേരാണ്, ഗോഡ് ഓർ ഡെമി ഗോഡിന്റെ പേരാണ് നെപ്റ്റ്യൂൺ. അവിടെ നിന്നാണ് വന്നത്. ഈ പ്ലൂട്ടോ ഒക്കെ അങ്ങനെ വരുന്നതാണ്. ഓക്കെ, പിന്നെ യൂറോപ്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, അതൊരു കണ്ടിനെന്റ് ആണ്, അതിൽ നിന്നാണ് യൂറോപ്യം എന്നൊരു പേര് വന്നത്. വളരെ രസകരമാണ് ഈ പേര് വന്നത്. നിങ്ങൾ
എങ്ങനെ ഈ പേര് വന്നെന്ന് കണ്ടുപിടിക്കുന്ന നല്ല രസമുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ പേരിടുന്ന പോലെയാണ് എലമെന്റ്സിന് പേരിടുന്നത്. അതായത് സയന്റിസ്റ്റുകൾ ചില സയന്റിസ്റ്റിന്റെ മെമ്മറീസിലോ ചില കൺട്രീസിന്റെ മെമ്മറീസ്, ചിലപ്പം ആ കളറിന്റെ മെമ്മറിയിലോ പ്ലാനറ്റിന്റെ കോണ്ടിനെന്റ് അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടു. പക്ഷെ ഇത് മാത്രമല്ല, പിന്നെയും രസകരമായുള്ള പേര്. ഇപ്പം അമേരിസിഷ്യം. അമേരിഷ്യം എന്ന് പറഞ്ഞ പേര് എവിടെ നിന്നായിരിക്കും വന്നത്? ഡെഫിനറ്റ്ലി അത് അമേരിക്കയുടെ പേരിൽ നിന്നായിരിക്കുമല്ലോ അല്ലേ? ഫ്രാൻസിയം, അത് നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ, ഫ്രാൻസിന്റെ പേരിൽ നിന്നാണ്. റുബീഡിയം, ഇത് പേര് നിന്ന് റുബീഡിയസ് എന്നൊരു ഗ്രീക്ക് ഓ റോമൻ പേര്. റുബീഡിയസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒന്നുമില്ല, റെഡ് എന്നാണ്. ഓക്കെ, അപ്പൊ റുബീഡിയം അടങ്ങിയിട്ടില്ല. ഈ റൂബി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ റുബീഡിയം എന്ന് പറഞ്ഞാൽ ആ ഒരു റെഡ് കളറിന് അസോസിയേറ്റ് ചെയ്തിട്ടാണ് റുബീഡിയം എന്ന പേര് വന്നത്. പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഗ്രീക്ക് ഗോഡിന്റെ പേരാണ്. പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഗോഡിന്റെ പേരിൽ നിന്നാണ് പ്ലൂട്ടോണിയം വന്നത്. പിന്നെ ടൈറ്റാനിയം, ഇതും ഗ്രീക്ക് മിത്തോളജി റിലേറ്റഡ് ആണ്. ഗ്രീക്ക് മിത്തോളജിയിലെ നമ്മൾ ഗോഡ്സ് പറയുന്നുണ്ടല്ലോ, അതായത് ഇപ്പം ഈ സിയൂസ്, അദീന, ഏരിസ്, ഹേഡിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോഡ്സ് ഉണ്ട് ഗ്രീക്കിൽ. ഇവരുടെയൊക്കെ മുകളിലുണ്ടായിരുന്ന ആദ്യത്തെ ഗോഡ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ടൈറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ടൈറ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ആൾക്കാർ. അതായത് ഇപ്പോൾ ഉള്ള ഗോഡ്സിന് നമ്മൾ മനുഷ്യരുടെക്കാളും കുറച്ചുകൂടി വലിപ്പം എന്ന് വെച്ചാൽ ടൈറ്റൻസ് എന്ന് വെച്ചാൽ ആചാനുബഹുൾ ഭയങ്കര വലുപ്പമായിരുന്നു. അതായത് മീറ്ററുകളോളം വലിപ്പം, 100-200 മീറ്ററൊക്കെ ഹൈറ്റ് ഒക്കെ ഉണ്ട്, വലിയ ദൂരം, അതായത് ഒരു 10-50 മീറ്റർ വീതിയൊക്കെ ഉള്ള എന്നൊക്കെ ആൾക്കാരെന്ന് വെച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, നമ്മൾ ജീവിച്ചിരുന്ന ആൾക്കാരാണ്, അവരുടെ മിത്തോളജി ആണല്ലോ. സോ അത്ര വലിയ ആൾക്കാർ, ടൈറ്റാൻ എന്നൊക്കെ പറയുന്നത്, അതാണ് ടൈറ്റാനിക് എന്നൊക്കെ കേട്ടില്ല, വലിയ കപ്പലാണ് ടൈറ്റാനിക് എന്നുള്ള പേര് അതിന് കൊടുത്തത്. അപ്പൊ ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ വലുതും അതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ എന്നല്ല ടൈറ്റാനിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈറ്റാനിയം ആണ് എന്താണ് ഈ വിമാനമൊക്കെ ഇല്ലേ, വിമാനം, റോക്കറ്റ്, അതിലൊക്കെ അതിന്റെ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ് ടൈറ്റാനിയം. ഓക്കെ, അപ്പൊ ടൈറ്റാൻ എന്നുള്ള വേർഡിൽ നിന്നാണ് ടൈറ്റാനിയം എന്ന്. പിന്നെ മെന്റലീവിയം ആരാണ്? അത് ഡിമിത്രി മെന്റലേവ് എന്നൊരു സയന്റിസ്റ്റ് ഉണ്ട്. നമ്മളെ ഈ എലമെന്റിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു സയന്റിസ്റ്റാണ് ഡിമിത്രി മെന്റലീവ്. പുള്ളിക്കാരന്റെ പേരിൽ നിന്നാണ് മെന്റലീവിയം വന്നത്. പിന്നെ റുദർഫോർഡിയം എന്ന് പറയുന്നത് റുദർഫോർഡ് എന്നൊരു സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. റുദർഫോർഡ്, ഏർണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് നമുക്ക് എന്താണ് റുദർഫോർഡിയം എന്നൊരു പേര് വന്നത്. അപ്പൊ കണ്ടല്ലോ, കൺട്രിയുടെ പേര്, അതുപോലെ ഈ മിത്തോളജി എന്നൊക്കെ വന്ന പേര്, അതുപോലെ സയന്റിസ്റ്റിന്റെ മെമ്മറീസിലൊക്കെ പേര് വരാമെന്ന് കണ്ടു. ഓക്കെ, ഇത് മാത്രമൊന്നുമല്ല, വേറെയും തരത്തിൽ പേര് വരാം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ലാറ്റിൻ പേരുകളിൽ നിന്ന് നമുക്ക് എലമെന്റ് നെയിം ഡിറൈവ് ചെയ്യാം. ഉദാഹരണം പൊട്ടാസ്യം, അതിന് നമുക്ക് പൊട്ടാസ്യം എന്നുള്ള പേരിലല്ല, അതിന്റെ ലാറ്റിൻ പേരായ കാലിയം എന്നുള്ള പേരിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കോളം കൂടി ആഡ് ചെയ്യട്ടെ, സിമ്പിൾ എന്ന് പറഞ്ഞിട്ട്. നമുക്കിപ്പോൾ എലമെന്റിന് നമ്മൾ ഈ പേര് മൊത്തത്തിൽ ഇപ്പം എല്ലാ പ്രാവശ്യവും അമേരിസിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ കാലിയം എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ അതിന്റെ സിമ്പിൾസ് ഉപയോഗിക്കും. ഓരോ എലമെന്റിനും ഓരോ തരത്തിലാണ് സിമ്പിൾ. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രജന്റെ സിമ്പിൾ H ആണ്, കാർബണിന്റെ സിമ്പിൾ C ആണ്, അതുപോലെ ഓക്സിജന്റെ O ആണ്, നൈട്രജന്റെ N ആണ്, ക്ലോറിന്റെ എന്താണ് Cl ആണ്. C അല്ല, കാരണം C ഓൾറെഡി വന്നല്ലോ. അപ്പൊ ക്ലോറിന്റെ പേര് എങ്ങനെ വരുക? നമ്മൾ അതിന്റെ പേര് എഴുതി നോക്കുക, ക്ലോറിൻ. അപ്പൊ എന്താണ് ക്ലോ, അതിൽ സിയും എല്ലും കൂടുതൽ എന്താണ് ഒരു പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് അതിന്റെ പേര് Cl എന്ന് വന്നു. ക്ലോറിൻ. പിന്നെ ഫ്ലൂറിൻ F മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താണ്, അതുപോലെ ഓരോ എലമെന്റും നമുക്ക് പേര് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ സിംഗിൾ സിലബിൾ മാത്രം മതിരിക്കും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം, പ്ലാറ്റിനം. പ്ലാറ്റിനം, ഇതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഏതാണ് കൂടുതൽ പ്രൊനൗൺസ് ചെയ്യുന്നത്? അതെ, പിയും ടിയും. സോ പ്ലാറ്റിനം. പിന്നെ നിക്കൽ, നിക്കലിന് എന്താണ് Ni എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ സ്കാൻഡിയം നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? സ്കാൻഡിയം, അവിടെ എന്താണ് Sc, സ്കാൻഡിയം. ഓക്കെ, മഗ്നീഷ്യം, അവിടെ Ma അല്ല Mg ആണ്. ഓക്കെ, മാംഗനീസ്, അവിടെ എന്താണ് Mn ആണ്. അപ്പൊ ജനറലി ഇതിന്റെ സിമ്പിൾസ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? 2 ലെറ്റർ, 1-2 ലെറ്റർ ആണ് നമ്മൾ സാധാരണ സിമ്പിൾസിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ സിമ്പിൾസ് എങ്ങനെ എഴുതുക? ആ ഒരു എലമെന്റിന്റെ പേരിലെ ഏറ്റവും കൂടുതൽ പ്രൊനൗൺസ് ചെയ്ത് പറയപ്പെടുന്ന 2 ലെറ്റേഴ്സ്, ആദ്യത്തെ ലെറ്ററും രണ്ടാമത്തെ ലെറ്റർ അതിനുള്ളിൽ എവിടെയെങ്കിലും ഉള്ളതായിരിക്കും. ഉദാഹരണം നമുക്ക് ഇത് നോക്കാം. ലാറ്റിൻ പേര് പൊട്ടാസ്യം, കാലിയം, അതിനെ K എന്നൊരു സിമ്പിൾ കൊണ്ട് ഉപയോഗിക്കും. ഗോൾഡ്, അതിനെ ലാറ്റിൻ പേര് ഓറം എന്താണ്, അപ്പം എയും യു എടുക്കും, AU എന്നാണ് അതിന്റെ സിമ്പിൾ. സിൽവർ, അതിന്റെ ലാറ്റിൻ പേര് അർജന്റം എന്നാണ്. സോ എന്താണ് അർജന്റം, അവിടെ എയും ജിയും കൂടുതൽ നന്നായി പ്രൊനൗൺസ്, അപ്പൊ AG എന്ന് ഉപയോഗിക്കും. പിന്നെ അയറൺ എടുക്കുക, അതിനെ ഫെറം എന്നാണ് ലാറ്റിൽ പറയുക, അപ്പൊ ഫെറം. അപ്പൊ എന്താണ് ഫെറം എന്ന് പറയുമ്പോൾ എന്താണ്, ആറാണോ എന്ന് സംശയം തോന്നുന്നു, അല്ല, പക്ഷെ ജനറലി അക്സെപ്റ്റഡ് എന്താണ് Fe ആണ്, ഫെറം.
കോപ്പർ നമ്മൾ കുപ്രം എന്നാണ് പറയുക ലാറ്റിൻ വേർഡ്. അപ്പോൾ Cu എന്ന് വന്നു. മെർക്കുറി എന്താണ്? ഹൈഡ്രാർജിറം എന്നാണ്. അപ്പോൾ Hg എന്നൊരു പേരിലാണ്, സിമ്പിളാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോഡിയം എന്താണ്? നാട്രിയം എന്താണ്? അപ്പോൾ അതിനെ Na എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഈ പേരിന്റെ ഒറിജിൻ മനസ്സിലായി, എങ്ങനെയാണ് പേര് വരുന്നത്. അപ്പൊ ഈ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിലൊക്കെ ഞാൻ പറഞ്ഞ ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല? ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ചില സിമ്പിൾ ഇപ്പൊ ഹൈഡ്രജനൊക്കെ ഒറ്റയൊന്നേ ഉള്ളൂ, പക്ഷെ ലിഥിയം Li എന്ന് കണ്ടു, സോഡിയം നാട്രിയം കണ്ടു, Na കണ്ടു അല്ലേ. സ്ട്രോൺഷ്യം അതിന് Sr എന്നാണ്. ഓക്കെ, ഇട്രിയം Y എന്നാണ്. കണ്ടോ? പലേഡിയം Pd എന്നാണ്. കൊബാൾട്ട് CO ആണ്. സിലിക്കൺ Si, ഫോസ്ഫറസ് P, ആർഗൺ Ar. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ തന്നെ നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എല്ലാ എലമെന്റും നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താണ്? ഒന്നുകിൽ ഒറ്റ ഒരു സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 2 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കും. ഇപ്പൊ രണ്ടാമത്തെ ലെറ്റർ എന്തായിരിക്കും? ആ ഒരു പേരിനുള്ളിലെ ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചിട്ടാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓർഡർ ഒന്നുമില്ല. എന്താണ്? ഇപ്പോ സിലിക്കൺ SILCON അതാണ് സ്പെല്ലിങ്, സിലിക്കൺ അല്ലേ. സിലിക്കൺ എന്നുള്ള ഇതാണ് സ്പെല്ലിങ്. അപ്പം എസും ഐയും എടുത്തു, പക്ഷെ എപ്പോഴും അങ്ങനെ എടുക്കണം എന്നില്ല. ഇപ്പൊ അലൂമിനിയം AL തുടക്കത്തിലാണ്, ശരിയാണ്. ക്ലോറിൻ നിങ്ങൾ എടുത്ത് നോക്കിയേ, CHLORINE. അപ്പൊ CHL എടുത്തത്, CL ആണ് എടുത്തത്. അപ്പൊ എപ്പോഴും അങ്ങനെ റൂളൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണിത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പേര് വരുന്നത് പഠിച്ചല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ എലമെന്റ്സിന്റെ ഒറിജിൻ പഠിച്ചു. ഇനി നമ്മൾ എലമെന്റ്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് കാണാൻ പറ്റുന്ന ആറ്റംസ് എന്താണ്, മോളിക്യൂൾസ് എന്താണ്, അപ്പോൾ അതുപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസിന്റെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള കമ്പൗണ്ട്സ് എന്താണെന്നും, കമ്പൗണ്ട്സ് ഒക്കെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഓരോ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, കൂടുതലൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ സയന്റിസ്റ്റുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സ് നമ്മൾ പഠിച്ചു. എന്താണ്? ഒരാൾ സെയിം ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാക്കിയ മെറ്റീരിയൽസ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസും, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പോൾ നമ്മൾ മിക്സ്ചേഴ്സും പറഞ്ഞു അല്ലേ. പ്യുവർ സബ്സ്റ്റൻസ് ആൾക്കാർ വിചാരിച്ച എന്താണ്? അതാണ് ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഷുഗർ സൊല്യൂഷന്റെ എക്സാമ്പിൾ എടുത്തു, ചന്ദനത്തിരിയുടെ എക്സാമ്പിൾ എടുത്തു, വെള്ളം നീരാവിയാവുന്ന എക്സാമ്പിൾ എടുത്തു, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ. ഷുഗർ കാൻഡിയുടെ പറഞ്ഞു, ചെറിയ സാധനങ്ങൾ മുറിച്ച് കൊണ്ടുവന്ന് പറഞ്ഞു. നമ്മൾ സാധനം കാണണമെങ്കിൽ ലൈറ്റിന്റെ വേവ് ലെങ്ത്, ആ കാണാൻ പോകുന്ന സാധനത്തെ റിഫ്ലക്ട് ചെയ്യുന്ന സാധനത്തിന്റെ വേവ് ലെങ്ത്തിനേക്കാളും കുറവായിരിക്കണം ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് കണ്ടു അല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് നമ്മൾ കണ്ടൊരു കാര്യം എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിന്റെ ഉള്ളിലും 2 ടൈപ്പ് ഉണ്ട്, എലമെന്റ്സും കമ്പൗണ്ട്സും. ഈ ഒരു ചാപ്റ്ററിൽ എലമെന്റ്സ് നമ്മൾ ഡെഫിനേഷൻ കണ്ടു. എന്താ എലമെന്റ്സ് എന്ന് വെച്ചാൽ? പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്, അതാണ് എലമെന്റ്സ് എന്ന് കണ്ടു. കമ്പൗണ്ട്സ് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം 2 or more എലമെന്റ്സ് എന്താണ് നമ്മൾ പറയുന്നത്? കമ്പൗണ്ട്സ്. അപ്പൊ കമ്പൗണ്ട്സിനെ പറ്റിയിട്ടും കെമിക്കൽ റിയാക്ഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇനി പഠിക്കും. സോ ഈ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ with this, I conclude this video. Thank you. Manorama Horizon. Learning made simple.